ഇന്ന് വളരെ കാര്യങ്ങളിൽ അന്നത്തേനും ലിബറലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വളരെ കാര്യങ്ങൾ. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം അങ്ങനെയാണോ? എല്ലാ കാര്യങ്ങളും ആ ആ A to Z. അത് അങ്ങനെ മാറ്റം വരുവാനുള്ള കാരണം എന്താണ്? ഡെവലപ്മെൻറ്റ് ലോകം മുഴുവൻ പുരോഗമിച്ചില്ലേ? പുരോഗമിച്ചു. പിന്നെ ഫോണിൽ ഇപ്പം മൊബൈലായില്ലേ? ഒരു മൊബൈൽ ഏത് വർഷം വരുന്നത് അവിടെ? ഇവിടെ 99-ലാണോ? 99-ലാണെങ്കിൽ 99 കാലഘട്ടത്തിൽ നമ്മുടെ അവിടെ വന്നു തുടങ്ങിയില്ല മൊബൈൽ. 98, 99 ആ ഒരു കാലഘട്ടത്തിലാണ്. ഒരു സമയത്ത് ആദ്യം ബ്ലീപ്പായിരുന്നു. അതെ അതെ. ഞങ്ങളൊക്കെ ആദ്യം പേജറാണ് ആദ്യം തുടക്കം. അതെ അതെ അതെ. ഒരു ഞാൻ ആഗ്രഹിച്ചൊരു ജോലിയും ഒരു ഫീൽഡൊക്കെ എനിക്ക് എൻ്റെ കരിയറിൽ ഒരു മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് അലിബിനലി ചേർന്നു 94 അവിടെ വന്നിട്ട് എന്തായിരുന്നു ചേഞ്ച്? അവിടെ സെയിൽസിലായിരുന്നു. അവിടെ എത്ര നാൾ? അവിടെ 15 വർഷം. അപ്പോൾ 25 വർഷം അങ്ങനെ പോയി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഇതിലോട്ട് പിന്നീട് ബിസിനസ്സിൽ വരുമ്പോൾ അപ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങൾ നല്ല നമുക്ക് പിന്നെ ജോലിയിൽ നമ്മുടെ കഴിവിനനുസരിച്ച് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടി. ഞാൻ സെയിൽസിലായിരുന്നു. പിന്നെ അപ്പം ഒരു വാൻ സെയിൽസിൽ കയറിയത്. പക്ഷേ സെയിൽസ് മാനേജറായിട്ടാണ് കാറ്ററിംഗ് സെക്ഷനിൽ ഞാൻ റിസൈൻ ചെയ്യുന്നത്. സ്വന്തമായിട്ട് തുടങ്ങണം വ്യവസായം എന്നുള്ള തീരുമാനം വന്ന് എത്തിയത് എപ്പോഴാണ്? അത് ഒരു 2000 തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായി ഞാൻ സ്വന്തമായിട്ടൊരു കോപ്പാക്കിങ് കമ്പനി തുടങ്ങിയിരുന്നു. അതെന്താ പരിപാടി? ഷ്രിങ്ക് റാപ്പിംഗ് പരിപാടി. ഷ്രിങ്ക് റാപ്പിംഗ്, അതായത് പ്രൊമോഷൻ പാക്കില്ല നിങ്ങൾ, അതാണ് ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങിയത്. അപ്പോൾ ഞാൻ വേറെ സ്ഥലത്ത് ജോലി ചെയ്യായിരുന്നു, അരിമനയിൽ ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പോഴത് പിന്നെ വേറെ ഒരു ആളെ വെച്ചിട്ട് ചെയ്തതായിരുന്നു, ഒരാളായിരുന്നു. അത് പിന്നെ നമ്മൾ സ്വന്തം ഇൻവോൾവ് ചെയ്യാത്തിടത്തോളം കാലം ഏത് ബിസിനസ്സും അതിൻ്റെ വിജയസാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ബിസിനസ് മൈൻഡ് നേരത്തെ ഉണ്ടോ? ഇല്ല, പഠിക്കുന്ന കാലത്തൊന്നുമില്ല, ഒന്നുമില്ല. പെട്ടെന്ന് അതൊക്കെ ഇങ്ങനെ ഞാൻ വളരെ ഇതിനെപ്പറ്റി ബിസിനസ് ഒരു കാലഘട്ടം വരെ ഹൈ ഹൈറ്റ് എന്ന് പറഞ്ഞ മാതിരി തുടങ്ങിയത്. കാരണം ബിസിനസ്സിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത ഒരു അറ്റ്ലീസ്റ്റ് 2000 വരെ അതൊക്കെ വന്നു ചേരുന്നതാണ് ശരിക്കും പറഞ്ഞല്ലേ. നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ചെയ്യുന്ന ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ നമുക്ക് ജീവിതത്തിൻ്റെ ഓരോരോ സ്റ്റേജിൽ നമുക്ക് ചേഞ്ചുകൾ വരുമല്ലോ. ഹൈപ്പർ മാർക്കറ്റിലോട്ട് എങ്ങനെയാണ് എത്തുന്നത്? ഇപ്പോൾ നമ്മളിരിക്കുന്ന ഹൈപ്പർ മാർക്കറ്റിലാണ്. അതെ, ഞങ്ങൾ 5 വർഷം മുമ്പ് 2005 ഞങ്ങൾ പാർട്ണർഷിപ്പിൽ ഒരു ലഗൂൺ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തുടങ്ങിയിരുന്നു. അതിനുശേഷം അൽക്കെയർ ഷോപ്പിംഗ് കോംപ്ലക്സ്, അതൊക്കെ ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. പാർട്ട്നേഴ്സ് ആരാണ്? നമ്മൾ ഫ്രണ്ട്സാണ്. അധികം പേരുണ്ടോ? ഇല്ല, കൂടുതൽ പേര്, 2-3 പേര്. അതിനുശേഷം ഇപ്പം തുടങ്ങി. അപ്പം നമ്മൾ സ്വന്തമായിട്ടിപ്പോൾ ഞാനും എൻ്റെ ഇതിൻ്റെ ഡയറക്ടേഴ്സ് മിസ്റ്റർ ഷുക്കൂർ കിനാലൂർ, അസീസ് ക, ലെക്സസ് ട്രേഡിങ്, അവരൊക്കെ, പിന്നെ ലത്തീഫ് ക, അങ്ങനെ ഒരു 3 പേര്. അവർ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്, പക്ഷേ അവർ ഈ ഫീൽഡിലല്ല. അവർക്ക് വേറെ ബിസിനസ് ഉണ്ടാവും. അവർക്ക് വേറെ ബിസിനസ്, അതായത് ടെക്സ്റ്റൈൽ ഫീൽഡും എൻ്റെ കോൺട്രാക്ട് ഫീൽഡും. FMCGയിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ റീജൻസി അല്ലേ? ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്? ഇത് 3000 സ്ക്വയർ മീറ്റർ മൊത്തം 3 ഫ്ലോർ അല്ലേ? ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. സ്ഥിതി ചെയ്യുന്ന നമ്മളൊരു മെയിൻ റോഡിന് ഏത് റോഡില്ല? ഇത് അബു അമൂർ റോഡിലാണ്. അബു അമൂർ റോഡ് അല്ലേ? അതെ. ഇവിടെ എത്ര ലേബേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു 68 ലേബേഴ്സ് അല്ല, എല്ലാം കൂടി മൊത്തം സ്റ്റാഫ്. അവർ ഇപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും ശരിക്കും അല്ലേ? അതെ. ലുലുവിൻ്റെ ഒക്കെ ലുലു ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിലും വൈഡ് എത്രയോ വലിയ ഒരു സംഭവമല്ലേ? അല്ല, സംഗതികളൊക്കെ ഇവിടെ കിട്ടും, എല്ലാം കിട്ടും. ഒരു പർച്ചേസിങ്ങിന് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ എല്ലാം ഞങ്ങളുടെ ഇവിടെ ലോണ്ടറി, സ്റ്റുഡിയോ, ATM. ലോണ്ടറി ഒക്കെ നിങ്ങൾ കണക്റ്റഡാണോ? അത് ഞങ്ങൾ ഈ ബിൽഡ് ചെയ്യുന്നത് ഞങ്ങൾ സബ്ലീസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സ്വന്തം നടത്തുന്നുണ്ട്. ഞാൻ കണ്ടു, ലോണ്ടറി ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്, ഫാർമസി ഉണ്ട്, കഫ്റ്റീരിയ ഉണ്ട്. പിന്നെ ഇതിനുള്ളിൽ പിന്നെ മീറ്റ്, ഫിഷ്, പിന്നെ ടെലിഫോൺ, ലൈബ്രറി ഞങ്ങൾ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല വൈഡ് റേഞ്ച് ആക്കാൻ പോകും. ശരി.
ഇവിടെ റീജൻസിയുടെ കസ്റ്റമേഴ്സിൽ എല്ലാവരും വരുമല്ലേ? അറബ്സും വരും, പക്ഷേ മേജർ അറബ്സാണ്. മേജർ അറബ്സാണ് ഈ ഏരിയ നമ്മുടെ തൃശ്ശൂർ ഏരിയ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൂടെ അതെ, അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ കീപ്പ് ചെയ്യണം. അറബ് ഫുഡിനെ കുറിച്ചൊന്ന് പറയാം, അറബികളുടെ ഭക്ഷണത്തെക്കുറിച്ച്. അറബികളുടെ ഭക്ഷണം പിന്നെ അറബികളുടെ ഭക്ഷണം നമുക്ക് മജ്ബൂസാണ് അവരുടെ ഏറ്റവും ഇഷ്ടഭക്ഷണം. മജ്ബൂസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇറച്ചി വേവിച്ചിട്ട്, സത്യം പറഞ്ഞാൽ ഇറച്ചി വേവിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക വെള്ളമുണ്ട്, അതിൽ അരിയും കൂടി വേവിച്ചിട്ട് ഇറച്ചിയും ചോറും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഒരുപാട് ഇലകളുണ്ടാവും അല്ലേ? ഇലക്കറികൾ. പിന്നെ എരിവുണ്ടാകില്ല. എരിവുണ്ടാവില്ല. അതാണ് അവരുടെ എരിവാണ് വേണ്ട നമുക്ക്, എരിവ് പുളി. അതെ, അതൊക്കെ. ഇവിടേക്ക് ഈ ജോലിക്കാരുടെ കാര്യം പറഞ്ഞു. ജോലിക്കാരിൽ എല്ലാ ശ്രീലങ്കൻസും നേപ്പാളും മലയാളികളൊക്കെ ഉണ്ടാവും. കൂടുതലും മലയാളികൾക്കാണ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. മലയാളികളുടെ ഇന്ത്യൻ വിസക്ക് കൂടുതൽ പ്രയാസം, കൂടുതലും നേപ്പാളികളുണ്ടാകുക ഏത് സ്ഥാപനത്തിലും. അവർ എങ്ങനെയാണ് നേപ്പാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളോട്? ആറ്റിറ്റ്യൂഡ് അവർ വളരെ നല്ല ആൾക്കാരാണ്, വളരെ ക്വയറ്റാണ്, പാവങ്ങളാണ്. ജോലി ചെയ്യണമെന്നുള്ള ഒരു അറിഞ്ഞുകൂടാ, പക്ഷേ എന്ത് ജോലിയും ചെയ്യും, നമ്മൾ ചെയ്യിക്കണം അവർക്കൊണ്ട്. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഈ ഹൈപ്പർ മാർക്കറ്റ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ് ശരിക്കും ബിസിനസ്സിലോട്ട് വരുമ്പോൾ? ഇത് സത്യത്തിൽ ഈ ഒരു ബിൽഡിംഗ്, ഈ ഒരു ഏരിയ, ഈ ബിൽഡിംഗ് നമ്മൾ വളരെയധികം ശ്രമിച്ചതുകൊണ്ടാണ് ഈ ബിൽഡിംഗ് നമുക്ക് കിട്ടിയത്. ഇത് നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ തുടങ്ങാൻ പറ്റിയ ബിസിനസ് റെസിഡൻഷ്യൽ ഏരിയ ആണത്. റെസിഡൻഷ്യൽ ഏരിയ. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത്. ഈ ഇന്ന് നിയറസ്റ്റ് ആയിട്ട് വേറെ ഹൈപ്പർ മാർക്കറ്റ് ഇല്ല. ഇപ്പം ഇവിടെ അടുത്തൊന്നും ഇല്ല. പിന്നെ അടുത്ത് വരുന്നുണ്ട്, ഇപ്പം സവാരി മാൾ വരുന്നുണ്ട് കുറച്ചപ്പുറത്ത്. നിങ്ങളിപ്പോൾ തുടങ്ങിയതിന് ശേഷം പ്രതീക്ഷ കൂട്ടാൻ കച്ചവടം വരുന്നുണ്ടോ? കുഴപ്പമില്ല, എന്നാലും പ്രതീക്ഷക്കൊത്ത് ഞങ്ങൾ ഇപ്പോൾ ഈ പൊതുവേ മാർക്കറ്റ് ഡൗൺ ആണ് ഇപ്പോൾ, പക്ഷെ എന്നാലും അൽഹംദുലില്ലാ നല്ല റെസ്പോൺസാണ്. അതാണ് നമ്മുടെ. മലയാളികളായ പണിക്കാരുണ്ട്, ജോലിക്കാരുണ്ടല്ലോ. അവർ അധികം പേരും കോഴിക്കോട് വടകര ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇപ്പം നമ്മുടെ മാനേജർ തന്നെ ആലുവയാണ്. നിങ്ങളുടെ നാടാണ്. സിദ്ദീഖ് നമ്മുടെ ഷോറൂം, നമ്മുടെ മാനേജർ ആലുവക്കാരനാണ്. അങ്ങനെ നമുക്കൊരു ദേശം തിരിച്ചുള്ള ഇതൊന്നുമില്ല. അത്യാവശ്യക്കാരെ അർഹപ്പെട്ടവർക്ക് ജോലി നമ്മൾ പേപ്പറിൽ ഔട്ട് ചെയ്യും. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നോക്കി സെലക്ട് ചെയ്യുന്നു. ഇനി ഇത് കൂടാതെ ഇപ്പോൾ തുടങ്ങി 2 വർഷമല്ലേ? ഇല്ല, ഇതിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ്. എത്ര മാസമായി ഇപ്പോൾ? ഇത് മൂന്നാമത്തെ മാസം. ഇനി ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഞങ്ങൾ ഇതിൻ്റെ കാറ്ററിംഗ് സർവീസ് ഉണ്ട്. കാറ്ററിംഗ് സർവീസ് അതാണ് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് ഹോൾസെയിൽ സപ്ലൈ, ഓഫീസുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഹോൾസെയിൽ സെക്ഷൻ തുടങ്ങാനുള്ള അതാണ് പ്ലാനുണ്ട്. ഹോൾസെയിൽ ഞങ്ങൾ തുടങ്ങാം. വേറെ സ്ഥലങ്ങൾ കണ്ടെത്തണം അല്ലേ? ഇല്ല, ഞങ്ങൾ സ്റ്റോർ മാത്രം. ഇതിൻ്റെ ഓഫീസുകൾ ഇതിപ്പം ഈ നമ്മുടെ ഇരിക്കുന്ന ഇതും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ശരി ഓഫീസ് മേലേക്ക് മാറിയിട്ട് കുറച്ചും കൂടി വലുതാക്കാനുള്ള പരിപാടിയാണ്.